ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന പറാത്തയാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന് കുഴയ്ക്കേണ്ട, പരത്തേണ്ട. എങ്ങനെയാണെന്നല്ലേ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതേ ഒരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വന്നതിന് ശേഷം തിളപ്പിച്ച് ആറിയ 1 ഗ്ലാസ് പാല്, നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ പാലെടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ വേണം ഗോതമ്പ് പൊടി എടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ്, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യണം കേട്ടോ. അതിനുശേഷം അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുക. കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും കട്ടകളില്ലാണ്ട് കിട്ടും. അതിനാണ് വിസ്കോ ഫോർക്കോ ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. ഇത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആവണം കേട്ടോ. ഈ ഒരു ലെവലായിരിക്കണം ബാറ്റർ. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഫ്ലെയിം ഓൺ ചെയ്യാം. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇടാം കേട്ടോ. ഒരിക്കലും ഫ്ലെയിം കൂട്ടിയിടരുത്. എന്നിട്ട് പാൻ വയ്ക്കുക. പാൻ ചൂടാവുന്നതിനനുസരിച്ചിട്ട് നമുക്കിതാ മാവ് ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ പാൻ ഒന്ന് ചുറ്റിക്കുക. ഇതുപോലെ ഒന്ന് ചുറ്റിക്കുക കേട്ടോ. എന്നിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ്. 2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇതാ കണ്ടില്ലേ? തിരിച്ചിടാൻ നമുക്ക് 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു പറാത്ത ആവാൻ എടുക്കുന്ന സമയം ഒരു 3 മിനിറ്റിനുള്ളിൽ ആയി കിട്ടും കേട്ടോ. ഇപ്പം നമുക്ക് അടുത്ത സൈഡ് നോക്കാം. ഇതാ കണ്ടില്ലേ? കറക്റ്റ് ഒരു ചപ്പാത്തിയുടെ ഒരു കറക്റ്റ് ആ ഒരു ലെവൽ വരും. എന്നാൽ നല്ല സോഫ്റ്റാണ്, ഒരിക്കലും ഹാർഡല്ല, നല്ല സോഫ്റ്റാണ് കേട്ടോ. കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതാ നമ്മുടെ ഒരു പറാത്ത റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള പറാത്ത കൂടെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതിൽ കാണിച്ച അളവിനനുസരിച്ചിട്ട് എനിക്ക് 10 പറാത്തയാണ് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിച്ചത്. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലാവാം. ഇനി നിങ്ങൾക്ക് ഇതിൽ മേലെ ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയോ അതുപോലെ തന്നെ നെയ്യോ നിങ്ങൾക്ക് തൂക്കി കൊടുക്കാം. ഞാനത് എണ്ണ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അല്ലാതെയും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കണ്ടില്ലേ? ഇപ്പം നമ്മുടെ പറാത്ത ഞാനെല്ലാം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു. മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം കുക്ക് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറി നല്ല ടേസ്റ്റാണ് ഇതുകൂടെ കൂട്ടി കഴിക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മസാലക്കറി ഉപയോഗിക്കാം. ചിക്കൻ അടിപൊളിയാണ് കേട്ടോ. ചിക്കൻ ഗ്രേവി ഉപയോഗിച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അധികം പണിയൊന്നുമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം. ഇനി നമുക്ക് മനുക്കുട്ടൻസ് കിച്ചണിൻ്റെ ഇന്നത്തെ താരങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം. ഇന്ന് 3 പേരാണ് മനുക്കുട്ടൻസ് കിച്ചൺ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ആദ്യത്തേത് ടർക്കി ബെറി ഒണിയൻ റെസിപ്പി തമിഴ്നാട് സ്റ്റൈൽ ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ജിജി ദേവരാജ്, ചെന്നൈ, തമിഴ്നാടു. താങ്ക് യു ജിജി. അടുത്തത് പംകിൻ ഹൽവ ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ജിഷ ജോബി, ആളൂർ, തൃശൂർ. താങ്ക് യു ജിഷ. അടുത്തത് നാടൻ ഉണ്ണിയപ്പം ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് മിനി നന്ദകുമാർ, പെരിഞ്ഞനം, തൃശൂർ. താങ്ക് യു മിനി നന്ദകുമാർ. ഇനി നിങ്ങൾക്കും ഇതുപോലെ മനുക്കുട്ടൻസ് കിച്ചൺ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മനുക്കുട്ടൻസ് കിച്ചണ് അക്കൗണ്ട് ഉണ്ട്. ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ നിങ്ങൾക്ക് ഫോട്ടോകൾ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതായിരിക്കും. ഞങ്ങൾ അതെല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് മനുക്കുട്ടൻസ് കിച്ചന്റെ ഓരോ വീഡിയോസിലും അവയെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.